കോഹിനൂർ രത്നത്തെക്കുറിച്ച് കേൾക്കാത്തവരായി അധികമാരും ഉണ്ടാവില്ല. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വജ്രക്കല്ല് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രത്നമാണ് കോഹിനൂർ അഥവാ കോഹ് ഇന്നൂർ. പ്രകാശത്തിന്റെ മല, ദ മൗണ്ടൻ ഓഫ് ലൈറ്റ് എന്നാണ് 105.6 ക്യാരറ്റും 21.12 ഗ്രാം തൂക്കവുമുള്ള ഈ രത്നത്തിന്റെ പേരിനർത്ഥം. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർഷയാണ് കോഹിനൂർ എന്ന പേര് ഈ രത്നത്തിന് നൽകിയതെന്ന് കരുതപ്പെടുന്നു. റീകട്ട് ചെയ്യും മുൻപ് കോഹിനൂർ രത്നത്തിന്റെ യഥാർത്ഥ തൂക്കം 158.6 ഗ്രാമും 793 ക്യാരറ്റും ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ലഭിച്ചതിന് ശേഷം ആദ്യമായി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇത് 186 ക്യാരറ്റും 37 ഗ്രാമും ആയിരുന്നു ഇതിന്റെ തൂക്കം. പിന്നീട് വീണ്ടും ഇത് റീകട്ട് ചെയ്തു. ഇപ്പോഴതിന്റെ ഭാരം 105.6 ക്യാരറ്റും 21.12 ഗ്രാമും ആണ്. ഇന്ത്യയുടെ അകത്തും പുറത്തുമായി ഈ രത്നം കുറച്ചൊന്നുമല്ല സഞ്ചരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള കൊല്ലൂർ എന്ന സ്ഥലത്തുനിന്ന് ഖനനം ചെയ്തെടുത്ത ഈ വജ്രക്കല്ല് ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിം, മുഗൾ രാജാക്കന്മാരുടെയും പേർഷ്യൻ, അഫ്ഗാൻ രാജാക്കന്മാരുടെയും കൈകളിലൂടെ കടന്നുപോയി. വീണ്ടും ഇന്ത്യയിലെ സിഖുകാരുടെ കൈവശമെത്തുകയും തുടർന്ന് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ചെയ്തു. വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായിരുന്നപ്പോൾ 1877 ഇത് അവരുടെ കിരീടത്തിന്റെ ഭാഗമായി. ഇതിനുവേണ്ടിയാണ് 186 1/16 ക്യാരറ്റ് 37.21 ഗ്രാം ഭാരവുമുണ്ടായിരുന്ന ഈ വജ്രക്കല്ലിനെ ഇന്നത്തെ 105.602 ക്യാരറ്റ് 21.61 ഗ്രാം തൂക്കത്തിലേക്ക് ചെത്തിമിനുക്കി മാറ്റിയത്. കോഹിനൂർ രത്നത്തിന്റെ യഥാർത്ഥ സഞ്ചാരകഥ തുടങ്ങുന്നതേയുള്ളൂ.